ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ MDTVയുടെ നൈറ്റ് എഡിഷൻ വീഡിയോ അടുത്തത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഡ്രങ്കൻ ജി ആണ് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പോൾ അതായത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡ്രങ്കൻ ജിയുടെ മാരേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഡ്രങ്കൻ ജിയുടെ നിലനിൽപ്പ്, എങ്ങനാവും ഡ്രങ്കൻ ജിയുടെ ഭാവി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ വലിച്ചിടുന്നില്ല, നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം. കാണാൻ നല്ല പൊളപ്പം ഭംഗിയൊക്കെയാണ്, പക്ഷെ ആ ലൈറ്റിന്റെ കീഴിൽ മൊത്തം പ്രാണികളുടെ കോളനിയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. കേട്ടാ ജിമൻ ബ്രോ, അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ആൾക്കാർ ഡ്രങ്കൻ ജിയുടെ ഈ മാരേജ് കണ്ട് ഒരിക്കലും ഒരുപാട് ഞെട്ടിയവരുണ്ട്. പിന്നെ ഒരുപാട് പേര്, ഏറ്റവും കൂടുതൽ ആൾക്കാരും എന്നെ പോലെ തന്നെ വിഷ് ചെയ്തേ ഉള്ളൂ പുള്ളിക്ക് നല്ലൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം ആരായാലും മോശം പറയണ്ട അല്ലേ. അപ്പൊ എന്നിരുന്നാലും നമ്മുടെ മധ്യ ലോകം എത്തിക്കഴിഞ്ഞു, നമ്മുടെ ഫ്ലേവേർഡ് വാട്ടറിനുള്ള സ്ഥലം എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്തായാലും ഡ്രങ്കൻ ജിയുടെ ചാനലിലെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ത് പറയുന്നു ബ്രോ? കാരണം എല്ലാവർക്കും ഒരു വ്യക്തത വേണം. പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്ന് പലരും സംശയത്തോടെ ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരവും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഫ്ലേവേർഡ് വാട്ടർ കഴിക്കില്ല നമ്മള് ആവശ്യത്തിലുള്ളത്. സോ സ്റ്റേ ട്യൂൺഡ് അഗൈൻ ടു ദി വീഡിയോ ഓഫ് MDTV. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഫ്ലേവേർഡ് വാട്ടർ ഞാനിങ്ങ് തുടങ്ങുകയാണ്. നമ്മളൊക്കെ ഈ വലിയ മാൻഷനിലൊക്കെ പോകത്തില്ലേ, ഇംഗ്ലീഷിലൊക്കെ കണ്ടിട്ട് വലിയ കൊട്ടാരം പോലെ അവർ പറഞ്ഞ മാൻഷൻ. അപ്പോൾ ഒരു മാൻഷനിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമാണ്. മാൻഷൻ പോലെ ഒരു വലിയ ഹൗസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനത്തെ ഒരു ഫ്ലേവേർഡ് വാട്ടറാണ് ഞാനിന്ന് കഴിക്കുന്നത്. പുറത്ത് നല്ല മഴയും, ഇപ്പം മഴയില്ലെങ്കിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അധികം ഐസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും ആരോഗ്യത്തിന് ബെറ്റർ. ബ്രോ ആ സോഡിങ് ഇടാവും. ഇവനൊക്കെ എന്ത് കാര്യത്തിനുണ്ടായിട്ടോ ഈ പ്രാണികൾക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് കയറി വീഴാനായിട്ട്? അവനെ കാണാതെ പോയി. അതിന് സോഡയൊന്നും വേണ്ടേ? ഫ്ലേവേർഡ് വാട്ടർ കൂടുതൽ ടേസ്റ്റോടെ കഴിക്കാനുള്ള ഉദ്ദേശമാണല്ലേ ഡ്രങ്കൻ ജിയുടെ തീരുമാനം. ഡ്രങ്കൻ ജിയുടെ തീരുമാനമല്ല, ഡ്രങ്കൻ ജിയുടെ നമ്മുടെ MDTVയിലെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് റൗണ്ട് മൈക്ക് വെടി. ഇത് കാണുമ്പോൾ എനിക്ക് ഡ്രങ്കൻ ജീനെ ഓർമ്മ വരുന്നത്. ഞാൻ ഇതുപോലെ ഒരേപോലെ ഞങ്ങൾ തുടങ്ങും. ഞാൻ അടിച്ചിട്ട് പകുതി ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വയ്ക്കും. ഡ്രങ്കൻ ജിയുടെ ഗ്ലാസ് എപ്പോഴും ഒഴിഞ്ഞു കിടക്കും. അതായത് നമ്മുടെ ഡ്രങ്കൻ ജിയുടെ മാരേജ് കഴിയുന്നത് എല്ലാവർക്കും മനസ്സിലായതാണ്. ഫ്രം ദ ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി ഡ്രങ്കൻ ജി നമ്മുടെ ചാനലിൽ വരുമോ അല്ലെങ്കിൽ തുടരുമോ എന്നതാണ് ഇനി ഏറ്റവും വൈറ്റലായിട്ടുള്ള ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതും അതുതന്നെയായിരുന്നു. ഇനി ഡ്രങ്കൻ എന്നാണ് ഇനി വരിക? ഡ്രങ്കൻ ജിയും MDയും ചേർന്നുള്ള ആ ഒരു കോമ്പിനേഷൻ വീഡിയോസ് ഇനി വരുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഇതാണ്: നോ. ഇനി ആ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കോംബോ നമ്മുടെ MDTVയിൽ ഇനി ഒരിക്കലും വരില്ല എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു താല്പര്യം കൊണ്ട് പറയുന്നതല്ല. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, ഡ്രങ്കൻ ജിയുടെ നല്ല മനസ്സോടെ വന്നു കഴിഞ്ഞാൽ he will be welcomed completely just like the old times. അതെ, ഡ്രങ്കൻ പൂർണ്ണ മനസ്സോടെയും നല്ല ആത്മാർത്ഥതയോടെയും നമ്മുടെ ചാനലിൽ തുടരാൻ താല്പര്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഡ്രങ്ക് അതാനിനി വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഡ്രങ്കൻ ജിക്ക് അതുപോലെ വരാൻ താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ഇറ്റ്സ് ഓൾ അപ് ടു ഹിം. നമ്മളല്ല ആ ഒരു കാര്യം, മറ്റൊരാളുടെ അഭിപ്രായം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഡ്രങ്കൻ ഇത് കാണുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും താങ്കളോട് പറയുന്നത്, താങ്കൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു വിൽ ബി വെൽക്കം ബൈ മീ. പക്ഷേ ഏതൊരു സാഹചര്യമായാലും ആ പഴയ ഒരു മനസ്സോടെ വരികയാണെങ്കിൽ യു വോണ്ട് ബി ദെയർ. അതുകൊണ്ട് തന്നെ നല്ല മനസ്സോടെ താങ്കൾ വരികയാണെങ്കിൽ ദ ബോട്ടം ലൈൻ ഈസ് ഐ നോ യു വോണ്ട് ബി കമ്മിങ്. കാരണം താങ്കളുടെ മാരേജ് കഴിഞ്ഞു, താങ്കൾക്ക് ഇനി വരാൻ സാധിക്കത്തില്ല എന്ന് വളരെ നന്നായിട്ട് എനിക്കറിയാം. കാരണം സമയം കഴിഞ്ഞു പോയി അല്ലേ മിസ്റ്റർ ഡ്രങ്കൻ ജി?
തന്നെ നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴും സംശയമായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞു, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ചിലർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു ഡ്രങ്കൻ ചാനലിൽ നിന്ന് വിട്ടുപോയത്. പിന്നെയും ചിലർ പറഞ്ഞു ഇത് MDയും ഡ്രങ്കനും കൂടെയുള്ള ഒരു ചെറിയൊരു ഡ്രാമയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് പുള്ളിയുടെ മാരേജ് ഒക്കെ വരുന്നത് കാരണം അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ടായിരുന്നോണ്ടാണ് ഡ്രങ്കൻ ചാനലിൽ നിന്ന് വിട്ടു നിന്നത് എന്നൊക്കെ ചില കാറ്റഗറി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പലർക്കും പല അഭിപ്രായങ്ങളും ചിന്തയും വരും. കാരണം കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിൽ പലരും അഭിപ്രായങ്ങൾ പറയും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു അതുകൊണ്ടൊന്നും അല്ല. കാരണം ഈ മാരേജ് എന്ന് പറയുന്നത് ഞാൻ അറിയുന്നത് തന്നെ ഈ വീഡിയോയുടെ തലേ ദിവസമാണ് ഞാൻ അറിയുന്നത്. ഈ വീഡിയോ അല്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തലേ ദിവസം ഈ സാധനം കണ്ടപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ഈ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ഡ്രാമയല്ല, ഇതൊരിക്കലും ഒരു മാനിപ്പുലേറ്റഡ് തിങ് അല്ല. സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഡ്രങ്കൻ്റെ സാന്നിധ്യം ചാനൽ ഉണ്ടാവുന്ന എനിക്ക് ഒരു 0% ചാൻസ് ആണ് ആക്ച്വലി. കാരണം പുള്ളിയുടെ മാരേജ് കഴിഞ്ഞു, പുള്ളിക്കാരൻ വരുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. കാരണം മാരേജ് കഴിഞ്ഞുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി പുള്ളി ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും വരുന്നില്ല. സോഷ്യൽ മീഡിയ എക്സ്പെഷ്യലി ദിസ് തിങ്. അതുകൊണ്ട് തന്നെ ഡ്രങ്കൻ ഇനി വരില്ല എന്നാണ് ഞാൻ എല്ലാവരോടും ഒഫീഷ്യലായിട്ട് പറയുകയാണ്. താങ്കൾക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോടുള്ള ഒരു വിലയിരുത്തൽ? ഡ്രങ്കൻ ജിയുടെ ഒരു കാര്യത്തിൽ താങ്കളോടുള്ള അഭിപ്രായം ഇതേവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ കുറിച്ച് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും ചാനലിനോട് ചെയ്ത് പുള്ളിക്കാരനെ വിശ്വസിച്ച് ഞാൻ പലരും ചോദിക്കുമ്പോൾ ഞാനും പറയുന്നതാണ്. കാരണം പലരും ചോദിക്കാറുണ്ട് എന്തിനാണ്, ചിലരൊക്കെ എന്നെ കുറ്റപ്പെടുത്താറുണ്ട് ആക്ച്വലി. ഞാൻ ഡ്രങ്കനെ ഏതാണ് ചാനലിൽ ചവിട്ടി പുറത്തിറക്കി എന്നൊക്കെയാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഡ്രങ്കനെ ഞാൻ സസ്പെൻഡ് ചെയ്തു, പക്ഷെ അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഡ്രങ്കനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. ഡ്രങ്കൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ ഒരു കൺസെപ്റ്റും ആ ഒരു ആത്മാർത്ഥതയും പുള്ളിക്ക് ഇവരോടില്ലെങ്കിൽ പിന്നെ അത് ആ ഒരു ഇതിൽ എന്ത് കാര്യം? സോ അതാണ് അതിന്റെ വീഡിയോയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഞാനും അതെ, ഡ്രങ്കനായിട്ടുള്ള താങ്കളുടെ റൂമിലുള്ള വീഡിയോസ് അല്ല നമ്മുടെ അതെ വീഡിയോ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതല്ല അതിന്റെ പിന്നിലുള്ള സത്യം എന്ന് പറഞ്ഞാൽ. ആ സത്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ആ ലൈവില്. അപ്പൊ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പുള്ളി 2-3 വീഡിയോയിൽ തന്നെ സെയിം റീസൺ തന്നെ പറഞ്ഞ് പെട്ടെന്ന് പോയത് തന്നെ എനിക്ക് മനസ്സിലായി. ഒരു ഒരു 2-3 പെഗ്ഗടിച്ച് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ഇല്ലാത്തൊരു കല്യാണവും കാര്യങ്ങളും തേങ്ങയും 3 സിറ്റുവേഷനിൽ സെയിം റീസൺ ആണ് പറഞ്ഞത്. അതെ, സെയിം കല്യാണം തന്നെ. കല്യാണത്തിന്റെ ചാകരിയായിരുന്നു ഡ്രങ്കന്. അപ്പൊ ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ മാനിക്കണം അതിന്. പക്ഷേ അതിന് കള്ളത്തരം പറഞ്ഞ് പോവുക എന്ന് പറയുന്നത് അതൊക്കെ അവിടെ കേട്ടെ. ഈ ഫ്ലേവേർഡ് വാട്ടർ ഇങ്ങനെ വെച്ച് എന്താണ് പഠിച്ചേട്ടാ. യെസ് ബ്രോ. നമ്മുടെ ബ്രോ വന്നിട്ടുണ്ട്, പാട്ടുകാരൻ വന്നിട്ട്. പലർക്കും അറിയാം തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞ ഡ്രങ്കൻ ഭയങ്കര അധികം അഡാപ്റ്റീവ് ആയിരുന്നു, ഭയങ്കര അധികം നമ്മുടെ ചാനലിൽ സപ്പോർട്ടീവ് ആയിരുന്നു. എടാ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഡ്രങ്കൻ തന്നെ നമുക്ക് ഓരോ സജഷൻസ് തരുമായിരുന്നു. പക്ഷേ കാലം മുന്നിട്ടോടെ പുള്ളിക്കാരൻ ആ ഒരു ഊർജം നഷ്ടപ്പെട്ടു. മറ്റെന്തോ കാര്യം, ഒരുപക്ഷെ ഈ റിലേഷൻ ആയിരിക്കാം അതിനകത്ത് ഇടപെട്ട കാര്യം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതൊക്കെ നല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞ പുള്ളിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറഞ്ഞാൽ മതിയാണ്, നമ്മളത് മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ പുള്ളി എന്നെ മനസ്സിലാക്കിയില്ല, അതാണ് പുള്ളി ചെയ്തൊരു ഫോൾട്ട് എന്ന് പറഞ്ഞത്. ഫോൺ പോയപ്പോ ഇത്തിരി കുറവുണ്ടായിരുന്നു. എന്താ ഇന്നത്തെ ഫ്ലേവേർഡ് വാട്ടർ ഇഷ്ടപ്പെട്ടില്ലേ? തണുപ്പ് കൂടിപ്പോയി. അതെ, എന്തിനാ കണ്ട ഐസ് വാരി ഒന്നാമത് തണുപ്പ് കാലമാണ് ഇപ്പോ. ട്രേഡ് മാർക്ക് സാധനമായി ചിക്കൻ 65 അല്ല. നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് ഫുഡ് മേടിച്ച ചിക്കൻ 65 ആയിരുന്നെങ്കിൽ ഇന്ന് ചിക്കൻ ടിക്ക ഹൈബ്രിഡ് എന്ന് പറയാൻ വേണമെങ്കിൽ
അതെ, എല്ലാം പക്ഷിപ്പനിയെല്ലാം ചത്തുപോട്ടും. നല്ല അടിപൊളി മിൻ ചട്നി ഉണ്ട്, പിന്നെ അതുപോലെ കളർഫുൾ ആയിട്ടുള്ള വെജീസും ഉണ്ട്. ഒരെണ്ണം എടുത്ത് പിടയ്ക്കുമോനെ, ഇതേ ഫോർക്ക് ഇരിപ്പുണ്ട്. ചെറിയ പീസില്ല, ചെറിയ പീസൊന്നും വിചാരിക്കണ്ട. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, കൊള്ളാം. നല്ല എരിവുണ്ടാവും അല്ലേ? നോർമലാണോ? അല്ല, ഞാനതിപ്പോൾ കറക്ഷൻ ഞാൻ പറയുകയാണ്. MD TV-ക്കകത്ത് ട്രിപ്പും ഇതുപോലുള്ള ഫീച്ചേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ MD യുഗത്തിൽ ഓൾ അബൌട്ട് മൈ പേഴ്സണൽ തിങ്സ്, പേഴ്സണൽ ബ്ലോഗ് ആയിരിക്കും കൂടുതലും MD യുഗത്തിൽ. ചിലപ്പോൾ അത് തെറ്റിപ്പോവാം. MD TV-കകത്ത് തന്നെ പേഴ്സണൽ വീഡിയോസും വരാം, ഹൈലി പ്രൊഫഷണൽ, ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണൽ വീഡിയോസും കൂടെ. ലെറ്റ്സ് ഡു ദിസ്. അതിനൊരു തുടക്കമാവട്ടെ അടുത്ത വീഡിയോ. എനിക്ക് ഇവരുടെ ഫുഡുകളെല്ലാം ഒരേപോലെ ടേസ്റ്റാണ്. ഹൈലി ടേസ്റ്റി ബട്ട് ഹൈലി എക്സ്പെൻസീവ്, ബട്ട് ആബ്സല്യൂട്ട് വർത്ത് ഫോർ യുവർ മണി. ക്വാളിറ്റിയിൽ ഒരു സാക്രിഫൈസും ഇല്ല ഇവിടുത്തെ കാര്യത്തിൽ. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ചിക്കൻ ആയാലും മറ്റേത് മീറ്റ് ആയാലും വളരെയധികം ടെൻഡറാണ്. കാരണം ചില കടകൾ ചിക്കൻ മേടിച്ചാൽ പോലും ഭയങ്കര കട്ട്, റബ്ബർ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പറയുന്നത് ഹൈലി വെർത്താണ്. അതുപോലെ തന്നെ മിൻ ചട്നി ആണെങ്കിലും ലോക്കൽ ചട്നി അല്ല, ചട്നി ഉണ്ടല്ലോ, വെറും ഒരു ലോക്കൽ മിൻ ചട്നിയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. സംഭവം കൊള്ളാം. ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഫീൽ നല്ലപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി വർത്ത് ഇറ്റ്. അപ്പോൾ കാര്യങ്ങളിലെല്ലാം എല്ലാവർക്കും ഏകദേശം മനസ്സിലായി. സോ ദാറ്റ്സ് കൺക്ലൂഡഡ് ആൻഡ് ദാറ്റ്സ് എ ബോട്ടം ലൈൻ. തമാശ ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട് ഡ്രങ്കനും പെട്ടു, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ മേ ബി, ഏത് രീതി ഏത് സെൻസിൽ വേണം നിങ്ങൾ എടുത്തോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ചാനലിൽ ഇനി നമുക്ക് ഡ്രങ്കൻ ജിയുടെ ആ ഒരു ഡിസ്കഷൻ നമുക്ക് വേണ്ട. അത് ഞാനിപ്പോൾ ഒരു ഇതായിട്ട് പറയുമല്ല, ഫോഴ്സ്ഫുൾ ആയിട്ട് ഞാൻ പറയുമല്ല. പക്ഷേ പലരും ചോദിക്കണം ഡ്രങ്കൻ ജി എവിടെയാണ്, ഡ്രങ്കൻ ജി എന്നാണ് വരുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളുടെ ഡിസ്കഷനാണ് ഇന്ന് ചെയ്തത്. സോ ദാറ്റ്സ് ഡെഫിനറ്റ്. ഇനി നമ്മുടെ ചാനലിൽ നമ്മളാണ്. സോ ദാറ്റ്സ് എ തിങ്. നമുക്കിനി ബ്ലാസ്റ്റ് ചെയ്യാം. എന്തിനാണ് ഈ ചെരിവൻ ഗ്ലാസ് ഓൾ ദ ടൈം? ഇപ്പൊ ഫുൾ ജാർ ആയിരുന്നു, ഇതിനകത്ത് ഇട്ടാൽ മതിയായിരുന്നു. സോ ഡ്രങ്കൻ ജി, if you are watching this video, I wish you once again a good and a very bright, happy married life. All the very best for you. കുടിച്ചു തീർക്കുകയാണ് നമ്മൾ പല ന്യൂ ഇയറിനെയും കുടിച്ചു തീർക്കുന്നത് പോലെ. ഇതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ട്? ഹാപ്പി മാരീഡ് ലൈഫ്. ജീവിതം നന്നായി പോട്ടെ. അതെ, പുതിയ ജീവിതം. താങ്കൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ കാര്യത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഡ്രങ്കൻ ജി. ഹാപ്പി മാരീഡ് ലൈഫ്.